അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച പുത്തനങ്ങാടി ശാഖ റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആധുനിക സംവിധാനങ്ങളോടെ ജെ.ബി. മാളിലാണ് പുത്തനങ്ങാടി ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. എട്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ പുത്തനങ്ങാടി ശാഖ ആധുനിക സംവിധാനങ്ങളോടെ ജെ.ബി. മാളിൽ സജ്ജമായി. പുത്തനങ്ങാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിക്ഷേപകർക്കും വായ്പാ ഉപഭോക്താക്കൾക്കും ഇടപാടുകാർക്കുമെല്ലാം മികച്ചതും ഏറ്റവും ആധുനികവുമായ ബാങ്കിംഗ് സേവനങ്ങൾ നവീകരിച്ച പുത്തനങ്ങാടി ശാഖയിലൂടെ ലഭ്യമാക്കാനാകും. ബാങ്കിന്റെ നവീകരിച്ച പുത്തനങ്ങാടി ശാഖാ മന്ദിരം ജൂലൈ 12 ഞായറാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് നവീകരിച്ച ബ്രാഞ്ചിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സഹകരണ മേഖലയിൽ ഇന്ന് ഒരു പുതിയ കാഴ്ചപ്പാടും കാൽവെപ്പും പുതിയ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ കാലമായി നമുക്കറിയാം, ഇന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടപ്പാക്കുന്ന ആശ്വാസ പദ്ധതി തീർച്ചയായിട്ടും വായ്പ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണ്. നമ്മുടെ സഹകരണ ബാങ്കുകൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ബാങ്കുകളാണ്. ജനങ്ങളുടെ വിശ്വാസവും ഡയറക്ടർ ബോർഡിൻ്റെ ഭരണസമിതിയുടെ ജനങ്ങളുടെ വിശ്വാസവുമാണ് ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. ലോകത്താകമാനം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോഴും നമ്മുടെ സഹകരണ ബാങ്കുകൾ നിലനിന്നത് ആ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ടാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ സഹകരണ മേഖലയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സഹകരണ മേഖലയിൽ ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രം, അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ കഴിയില്ല. സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ് കേരളത്തിൽ. അതിലേറ്റവും പ്രത്യേകിച്ച് സഹകരണ ബാങ്ക് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള ബാങ്കാണ് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക്. ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ബാങ്കാണ് സർവീസ് സഹകരണ ബാങ്ക് എന്ന് എനിക്കറിയാം. ബാങ്ക് പ്രസിഡന്റ് സുനിൽ ബാബു വാക്കാട്ടിൽ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മഞ്ഞളാംകുഴി അലി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി കെ. പ്രീതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉപഭോക്തൃ സൗഹൃദ സംവിധാനങ്ങളും നൂതന ബാങ്കിംഗ് സൗകര്യങ്ങളും പുതിയ ക്രമീകരണങ്ങളും ചടങ്ങിൽ പരിചയപ്പെടുത്തി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം C. സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനിൽ പുലിപ്ര, ഹാരിസ് കളത്തിൽ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞുമൊയ്തീൻ, പെരിന്തൽമണ്ണ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സിദ്ദിഖ് അക്ബർ, പെരിന്തൽമണ്ണ ഓഫീസ് ഇൻസ്പെക്ടർ ജോൺ മാത്യു NM, ബാങ്ക് വൈസ് പ്രസിഡന്റ് ആന്റണി വാത്താച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് മുൻ പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അബ്ദുൾ ജബ്ബാർ, A. ഹരി, ജോണി PV, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ, ബാങ്ക് ഡയറക്ടർ KS അനീഷ് കുമാർ, പുത്തനങ്ങാടി ബാങ്ക് ബ്രാഞ്ച് മാനേജർ ജൌഷത്ത് NP തുടങ്ങിയവരും ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിലെ തന്നെ A ക്ലാസ് ബാങ്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളിലൊന്നായ അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസും 5 ശാഖകളോടും കൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത്.